നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 78% ഷോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ കാര്യം മുന്നേ തന്നെ പറയുകയാണ്. 78% ഷോർട്ട് ചെയ്തിട്ട് പോലും ഞാൻ പിന്നാലെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. 21,600 നിഫ്റ്റിയുടെ കാര്യം പറയുന്നത് കേട്ടോ. 21,600 ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ആയി എന്ന് പറഞ്ഞിട്ടായിരുന്നു. ബുള്ളിഷ്നെസ് മാത്രമല്ല, സൂപ്പർ ബുള്ളിഷ്നെസ് ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു. ഓക്കെ, 21,600 ക്രോസ് ചെയ്തതിന് ശേഷം മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ തിങ്കളാഴ്ച തന്നെ മാർക്കറ്റ് 21,600 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. വളരെ ശക്തമായ റാലി തന്നെ നമുക്ക് കിട്ടിയിരുന്നു മുകളിലേക്ക്. ഓൾമോസ്റ്റ് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ഹൈ നോക്കുകയാണെങ്കിൽ 22,130 വരെ പോയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 500 പോയിന്റിൻ്റെ റാലി നമുക്ക് കിട്ടി. അപ്പോൾ കൃത്യമായിട്ട് ലെവൽസ് കൃത്യമാണ്. 21,600 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സൂപ്പർ ബുള്ളിഷ്നെസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുള്ളിഷ്നെസ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പ്രശ്നം വന്നേക്കണത്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ 78% ഷോർട്ടായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. 78 എന്നുള്ളത് 75%ലേക്ക് ഷോർട്ട് സ്വല്പം കുറച്ചുണ്ട്. പിന്നീട് അത് 70%ലാക്കിയിട്ട് നിൽക്കുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഒരു 70 അല്ലെങ്കിൽ 69%, ഷോർട്ട് പൊസിഷനാണ് ഇപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയുടെ കാര്യത്തിൽ. ഓക്കെ, ഇനി നിഫ്റ്റി ഇപ്പോൾ സൂപ്പർ ബുള്ളിഷ്നെസ് ആയി നമുക്കറിയാം. ഈ ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് ഇന്ന് ചെറുതായിട്ട് റീട്രേസ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അത്ര ബുള്ളിഷ് അല്ല. വീണ്ടും പറയാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ 46,250 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ്ടായി, സൂപ്പർ ബുള്ളിഷ്നെസ് ആയെന്ന് നമുക്ക് അനുമാനിക്കാം. 46,250 മുകളിൽ പോയാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി സൂപ്പർ ബുള്ളിഷ്നെസ് ആവുള്ളൂ. നിഫ്റ്റി ഓൾറെഡി ബുള്ളിഷ്നെസ് ആയിട്ട് ഇപ്പോൾ വൈകിട്ട് ചെറിയ റീട്രേസ്മെൻറ്റിന് വേണ്ടി താഴോട്ട് വന്നത് നിങ്ങളൊന്നും നോക്കണ്ട, നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അടുത്ത ആഴ്ചയിലുള്ള ലെവൽസ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് ഒരു സ്റ്റോക്ക് പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അടുത്ത ആഴ്ച 21,600 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ല സ്റ്റോക്കുകളുമായിട്ട് തിരിച്ചു വരുന്നു പറഞ്ഞിട്ടായിരുന്നു, സ്വിംഗ് ട്രേഡിന് പറ്റിയ സ്റ്റോക്കുകൾ. അങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഇപ്പോൾ പറയാം. ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസ് സെക്ടറിൽ പെട്ട സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക്. ഈ സെഗ്മെൻറ്റിൽ പെട്ട 94 കമ്പനികൾ ലീസ്റ്റ് ചെയ്തിട്ടുണ്ട്. NSEയിലും BSEയിലും കൂടിയിട്ട് 94 കമ്പനി ലീസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ. ഇതിൽ നിങ്ങൾക്കറിയാം, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനി ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 40,470 കോടി രൂപയാണ് ഇതിൻ്റെ ക്യാപിറ്റലൈസേഷൻ. ഈ സ്പെഷ്യാലിറ്റി കെമിക്കൽസിലെ നമ്പർ വൺ കമ്പനി എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരതി ഇൻഡസ്ട്രീസ് ആണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് 23,892 കോടി രൂപയാണ് ഇതിന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിനാട്ടി ഓർഗാനിക്സ് ലിമിറ്റഡ്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും സുപരിചിതമായ നാലാം സ്റ്റോക്കാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്, നവീൻ ഫ്ലൂറൈൻ എന്ന് പറഞ്ഞ കമ്പനി. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 16,938 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെഗ്മെൻറ്റിൽപ്പെട്ട സ്റ്റോക്കുകളുടെ ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽപ്പെട്ട സ്റ്റോക്കുകൾ. ഇതിൽ നിന്നും നമ്മൾ കുറേ ഘടകങ്ങൾ നോക്കിയതിൻ്റെ വെളിച്ചത്തിൽ നല്ലൊരു സ്റ്റോക്ക് പിക്ക് ചെയ്തിൻ്റെ ആ സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ PE ഈ സെക്ടറിൽപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ 94 കമ്പനികളുണ്ടെന്ന്. ഇതിൻ്റെ സെക്ടറിൻ്റെ ആവറേജ് PE റേഷ്യോ വരുന്നത് 25.08 ഈ സെക്ടറിൻ്റെ ആവറേജ് PE വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ PE 16.73 ഇതിൻ്റെ PE റേഷ്യോ നിൽക്കുന്നത്. ഡിവിഡൻഡ് കൊടുക്കുന്നത് ഈ സെക്ടറിൽ 2.71% ഡിവിഡൻഡാണ് ഈ സെക്ടർ ആവറേജ് കൊടുക്കുന്നത്. ഓക്കെ, 2.71%. ആ സമയത്താണ് നമ്മുടെ കമ്പനി 23.68%
അതായത് ഈ 94 കമ്പനികൾ ഈ സെക്ടറിൽ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വെച്ചിട്ട് ടോപ്പ് ഡിവിഡൻഡ് 23.68% ഡിവിഡൻഡാണ് ഈ കമ്പനി കൊടുക്കുന്നത്. ഞാൻ കേട്ടപ്പോൾ നമുക്ക് വളരെ ഷോക്കായി പോയി, ഇത്രയധികം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടോന്ന്. കാരണം നിങ്ങൾ ചിന്തിക്കാം, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ആനുവൽ ഡിവിഡൻഡ് ആയിട്ട് 23.5% ഡിവിഡൻഡ് കിട്ടാന്ന് പറഞ്ഞത് 23,000 രൂപ അപ്പം തന്നെ നമുക്ക് കിട്ടിയ പോലെ. അത്രയധികം ഡിവിഡൻഡ് ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കൊടുത്ത കമ്പനി ലാസ്റ്റ് ഡിവിഡൻഡ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് 2022 100 രൂപയാണ് ഒരു ഷെയറിന് ഡിവിഡൻഡായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. 2022 ഡിസംബറിൽ 100 രൂപ ഒരു ഷെയറിന് ഡിവിഡൻഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ഹിസ്റ്ററി പരിശോധിച്ചിട്ടാണ് അതിൻ്റെ ഡിവിഡൻഡ് കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ. ഇനി ഭാവിയിൽ ഡിവിഡൻഡ് കൊടുക്കുക, ഇനി എത്ര ശതമാനം കൊടുക്കും, എത്ര കൂടുതൽ കൊടുക്കുക, കുറച്ച് കുറവ് കൊടുക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ലാസ്റ്റ് കൊടുത്ത ഡിസംബർ 2022 100 രൂപ ഡിവിഡൻഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫിനാൻഷ്യൽസ് ഡീറ്റെയിൽസ് കടക്കുകയാണെങ്കിൽ 2020 ഇതിൻ്റെ റവന്യൂ 139.81 കോടി രൂപയാണ് ഇതിൻ്റെ റവന്യൂ. 2021 140.36 കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചു. അതിനുശേഷം 2022 160.56 കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചു. 2023 193.43 കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ റവന്യൂ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു കമ്പനിയെ സംബന്ധിച്ച് നല്ലൊരു സൈൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റും കഴിഞ്ഞ 2022 12.35 കോടി രൂപയാണ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയത്. ആ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 2023 15.27 കോടി രൂപ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു 3 കോടി രൂപയോളം അധികം പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഘടകമായിട്ട് നമ്മൾ കാണാം. കാരണം റവന്യൂ പ്രോഫിറ്റും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് നല്ലൊരു കമ്പനിയുടെ സൈൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. 75% ഓൾറെഡി അവർ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ട് ഈ കമ്പനിയിൽ. അതായത് ഈ കമ്പനിയിൽ അത്ര വിശ്വാസം ഉണ്ട്, കമ്പനി മാനേജ്മെൻറ്റ് നല്ല വിശ്വാസമുണ്ട്. ആ 75% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ക്വാർട്ടറിലും അതിന് മുന്നത്തെ ക്വാർട്ടറിലായിട്ട് 2.65% വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പം നിലവിൽ 77.65% പ്രൊമോട്ടർ ഹോൾഡിംഗ്. നമുക്കറിയാം, ഒരു 60% അല്ലെങ്കിൽ 65% മുകളിലുള്ള പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ അവർ തന്നെ നല്ല കോൺഫിഡൻസ് ആണ്. അതിനാൽ തന്നെയാണ് 2.65% അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ കമ്പനിക്ക് തന്നെ മാനേജ്മെൻറ്റിന് നല്ല വിശ്വാസമുണ്ട്. അതിനാൽ തന്നെ അവരുടെ പ്രൊമോട്ടർ അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും നല്ലൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം, നല്ലൊരു കമ്പനിയുടെ. ഓക്കെ, പിന്നെ ബാക്കി റീറ്റെയിൽ ആൻഡ് അതേഴ്സ്, അതായത് നമ്മളെ പോലുള്ള ആളുകളുടെ കയ്യിലാണ് ബാക്കി 22.34% ഷെയർ ഹോൾഡിങ്സ് ഉള്ളത്. ഓക്കെ, ഈ കമ്പനി ഇപ്പോൾ കറണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത് 420 രൂപ 30 പൈസയിലാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കുറച്ചുകൂടി താഴോട്ട് വന്ന് ഒരു 10 പോയിന്റ് കൂടി താഴോട്ട് വന്നതിന് ശേഷം 410 എത്തുമ്പോൾ മാത്രം ബൈ എടുക്കണം. സ്റ്റോപ്പ് ലോസ് 25 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, അതായത് 385 സ്റ്റോപ്പ് ലോസ് വെക്കണം. ടാർഗറ്റ് 477 വെക്കേണ്ടതാണ്. അതായത് ഒരു 67% പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ, അതായത് 16.34% പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസ് 25 പോയിന്റ് മാത്രം വെച്ചാൽ മതി. അതായത് ഒരു 6% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 16% പ്രോഫിറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പേര് ഞാൻ പറയാം. ഇതിൻ്റെ പേര് നർമ്മദ ഗ്ലിനാറ്റിൻസ് ലിമിറ്റഡ്, അതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര്. ഇത് നർമ്മദ ഗ്ലിനാറ്റിൻസ് ലിമിറ്റഡ്. ഇത് ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതോടെ സ്പെല്ലിംഗ് എടുത്തെടുത്ത് പറയാം. SHWGELTIN. അത് ഷോർട്ടായിട്ട് പറയുമ്പോൾ ഞാൻ താഴെ എഴുതി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 420 ബൈ 420 ഇപ്പോൾ ആരും ബൈ എടുക്കരുത്. ഒരു 10 പോയിന്റ് കൂടി താഴോട്ട് വന്നതിന് ശേഷം 410 എത്തുമ്പോൾ ബൈ എടുക്കുക. 477 ടാർഗറ്റ് വെക്കണം. 385 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ്. ഒരു 6% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 16% ടാർഗറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ്. ഇത് എത്ര ദിവസം കൊണ്ട് അച്ചീവ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഓൾറെഡി നിഫ്റ്റി ബുള്ളിഷ്നെസ് ആണ് എന്ന് ഞാൻ കരുതുന്നു. മാർക്കറ്റ് നിഫ്റ്റി ബുള്ളിഷ്നെസ് ആണ്. അപ്പം നിഫ്റ്റി ബുള്ളിഷ്നെസ് ആയി പോവുകയാണെങ്കിൽ അധികം താമസമില്ലാതെ തന്നെ ടാർഗറ്റിലേക്ക് എത്തുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഡിസ്ക്ലൈമറായിട്ടൊരു കാര്യം പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, പിന്നെ എത്ര നേരം വീഡിയോ കണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ഓൾ.